അഹാന കൃഷ്ണയുടെ ഒരു പോസ്റ്റ്, നമ്മൾ ആരും കാണാത്തൊരു പോസ്റ്റാണ്. അവര് തൻവി ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടി അടിയായിട്ട് നമ്മുടെ ചേച്ചി വന്ന ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മൂമ്മയെ കൊണ്ടൊരു വീഡിയോ വന്ന് ഈ തൻവി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഒരു 8 മിനിറ്റിന്റെ പോസ്റ്റ്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വീഡിയോ ഇട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരു 8 മിനിറ്റിന്റെ പോസ്റ്റ് പോട്ടെ, ഒരു പോസ്റ്റ് ഇട്ട് സോറി 8 മിനിറ്റ് ഇവിടെ കിടക്കുന്നതാണ്. ആ പോസ്റ്റ് ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ആ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ പോസ്റ്റ് ഒരു സബ്സ്ക്രൈബർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് എന്താണ്, ഞാൻ ഇംഗ്ലീഷിലാണ് സംഭവം, അല്ലെങ്കിൽ ഞാൻ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് ആ പോസ്റ്റ്. നിങ്ങൾ ആ പോസ്റ്റ് ഒക്കെ ഒന്ന് കേട്ടു നോക്കണം. അപ്പം ഒരു കൊച്ചുമകൾ ഒരു അമ്മൂമ്മ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അനീതിമാർ എത്രമാത്രം ഒരു ചേച്ചി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വീഡിയോ അല്ല. ഞാൻ ഇപ്പോഴും പറയാം, താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർക്ക് പോകാം. കൂടെ കോണ്ടന്റ് എന്നൊക്കെ പറയുന്ന അവന്മാരോട് ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം. എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ ഇത് മാത്രമല്ല എൻ്റെ കോണ്ടന്റ്. അമ്മ സംഘടനയുടെ ചെയ്യാറുണ്ട്, ഫിറോസിന്റെ ചെയ്യാറുണ്ട്, സോഷ്യൽ റിലേറ്റഡുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഈ രാഷ്ട്രീയം, വർഗീയത പറയുന്നത് എല്ലാ കാര്യങ്ങളും ഡാനി എടുക്കാറുണ്ട് എന്ന് നോക്കിയാൽ മാത്രം മതി. കണ്ടന്റിന്റെ ക്ഷാമം എനിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷാമം ഉണ്ടെങ്കിൽ അത് എൻ്റെ കമന്റ് ബോക്സിലല്ലായിരുന്നു മേടിക്കേണ്ടത്. ഓക്കെ, അത് പോട്ടെ, വിമർശിക്കാം. എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിലാണെങ്കിൽ വിമർശിക്കും. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു സാധനം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. തൻവിയെ കൂടെ നിൽക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോഴും തൻവിയെ സപ്പോർട്ട് ചെയ്യും. നമ്മളെപ്പോഴും തൻവിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുക ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഇതിൻ്റെ മലയാളം വെർഷൻ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഇതാണ്, ഞാൻ വായിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ടിരുന്നോ. പുതിയൊരു പെർഫോമൻസ് വീഡിയോ വന്നിട്ടുണ്ട്. അവർ പറയുന്ന പുതിയ കള്ളങ്ങൾ മറുപടിയായി വീണ്ടും ഒരു 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഓക്കെ, കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചഴിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എത്ര വലിയ അപമാനമാണ്. ഇത് പറയുന്നത് ആരാണ്? തൻവി വന്നിട്ട് എവിടെയും നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അത് തൻവിയുടെ വീഡിയോ കണ്ടവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. തൻവി എവിടെയും പറഞ്ഞിട്ടില്ല. തൻവി ഈ പറയുന്ന അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചു. അമ്മൂമ്മയാണ് പറഞ്ഞത് എന്നെ നോക്കാൻ ആരുമില്ല. തൻവി അത് റെക്കോർഡ് ചെയ്ത് തൻവി ഒരു വ്ളോഗിനകത്ത് അത് കാണിച്ചു, സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു. അങ്ങനെയാണ് നിങ്ങളുടെ അമ്മയുടെ എടുത്തിട്ട് എല്ലാ ആൾക്കാരും ചെന്ന് നിങ്ങളുടെ അമ്മയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയൊക്കെ ചെയ്ത്. അതിന് രക്ഷകയായിട്ടുള്ള ഒരു മകൾ വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോഴും നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ അമ്മൂമ്മ വന്നതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നീ എടി പൊടി വാടി മറ്റേ മുള മറിച്ച മുള അടിക്കാൻ പോകുന്നു, ഇരിക്കാൻ പോകുന്നത്, ഒഴിക്കാൻ പോകുന്നത്, ഇതൊക്കെ കണ്ടപ്പോഴല്ലേ ആൾക്കാർ വെറുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കൂടെ വായിക്കാം. കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചെഴിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനോട് വലിയ അപമാനമാണ്. ഇങ്ങനെ പെരുമാറുന്നവരെ കുടുംബം എന്ന് പോലും വിളിക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം. സ്വയം ആ ഒരു ബോധമുള്ളത് നല്ലതാണ്. ഇനിയുള്ള ജീവിതത്തിലും അത് ഒരുപാട് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് വായിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. ഇടയ്ക്ക് ഞാൻ സംസാരിക്കാൻ പോകുമ്പോഴാണ് ഈ വിഷയങ്ങൾ വരുന്നത്. കള്ളങ്ങൾ പിന്നെയും കള്ളങ്ങൾ. ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും മികച്ച അഭിനേതാക്കളും ഇവരാണ്. ഈ അസംബന്ധങ്ങൾ മതിയായി. ഇനി പ്രേക്ഷകർക്ക് എന്ത് വിശ്വസിക്കണമെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. കാരണം അഹാന വന്നിട്ട് പറഞ്ഞ എല്ലാം വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ആ ധൈര്യത്തിലാണ് അഹാന ഇതെല്ലാം വിളിച്ചു പറഞ്ഞത്. നമുക്ക് നല്ല രീതിയിൽ അറിയാം അഹാനെ. പക്ഷെ അതേ അഹാനെ ഇഷ്ടപ്പെടുന്ന അതേ ആൾക്കാരെ അഹാനെ വെറുത്തു പോയത് ഇപ്പോൾ നമ്മുടെ കുറ്റമാണോ അഹാനെ? പാവം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കൂടെ വായിക്കാം. ഇനി പ്രേക്ഷകർ അവർ തീരുമാനിക്കട്ടെ. ഇത്തരം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടുകളിൽ ഏർപ്പെടുന്നതിനേക്കാൾ ചെയ്യാനുള്ള മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതെ, കണ്ടു, അതെ, നല്ല രീതിയിൽ കണ്ടു. പുള്ളി വന്നിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു ജിമ്മിൽ പോകുന്നത്, എന്നിട്ട് ഒരു ക്രീമിൻ്റെ ഒക്കെ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ കുറെ കണ്ടേ. എൻ്റെ മുത്തശ്ശിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശീലം കൊച്ചുമക്കളെ ഓരോ സമയത്തും ഏറ്റവും നല്ലവനും ഏറ്റവും മോശവനും എന്ന് വേർതിരിച്ച് പറയുന്നതാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരേ ഒരു കൊച്ചുമകൾ ഞാൻ തന്നെയാണ് എന്ന് അവർ പറയുന്ന കുറഞ്ഞ ഒരു 15 വീഡിയോകളും എൻ്റെ കൈവശമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവരുടെയൊക്കെ ജീവിതം തന്നെ ഈ വ്ളോഗിലോട്ടങ്ങ് ആയിപ്പോയി. ഇപ്പം അമ്മൂമ്മ ആ ഒരു തെറ്റ് ചെയ്തു, ഇന്ന വീഡിയോക്കകത്തുണ്ട്. അമ്മൂമ്മ ഇന്നൊരു കാര്യം കാണിച്ചു, അത് അന്ന വീഡിയോക്കകത്തുണ്ട്. അതിൻ്റെ ഒരു 15 വീഡിയോ ഉണ്ട്. നാണോ മാനോ ഉണ്ടോ? ഈ പുള്ളിക്കാരി തന്നെ എന്താ നമ്മളോട് പറഞ്ഞത്? ഇതൊക്കെ പബ്ലിക്കിൽ ചെന്ന് പറയാൻ നാണക്കേടാണ്, അങ്ങനെയാണ്, കുടുംബമുള്ളവർ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. അതേ പുള്ളിക്കാരി പബ്ലിക്കായിട്ട് ഇട്ടതാണ്. കഷ്ടം തന്നെ. ഓക്കെ, അപ്പം അതിന് പിന്നാലെ ദുഃഖകരമായ കാരണം എന്താണെന്നോ, ഞാൻ അവർക്കായി ധാരാളം പണം ചെലവാക്കുമായിരുന്നു. ആരും കേട്ടില്ല കേട്ടോ, ആരും കേട്ടില്ല. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു കേട്ടില്ല, പണം ചെലവാക്കുമായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, പണം ചെലവാക്കുമായിരുന്നു, പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുമായിരുന്നു, വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ വേണം,
നമ്മളെ കുഞ്ഞുനാളിലൊക്കെ എടുത്തുകൊണ്ട് നടന്നതല്ലേ, പ്രായമാകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മളും ചെയ്തു കൊടുക്കുന്നത് നല്ലതല്ലേ. അതിനെന്തിനാ ഇങ്ങനെ കണക്കൊക്കെ വിളിച്ച് പറയുന്നത്? എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നന്മ ചെയ്ത് കഴിഞ്ഞാൽ അല്ല നമ്മൾക്ക് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് വിളിച്ച് പറയരുത്. അല്ലെങ്കിൽ എടാ നിന്റെ ഭാഗത്ത് ചിലൊരു ന്യായങ്ങളുണ്ട്, എടാ അപ്പം ഞാൻ ഇന്ന വ്യക്തി എന്നെ പോലെ സഹായിച്ചടാ, അപ്പം ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട്, അപ്പം അതൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു തരുന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ട്. ഞാൻ ശരിയാണ്, നമ്മൾ കാര്യം പറയുന്നതാണ്, പക്ഷെ മറ്റുള്ളവർക്ക് അത് വേറെ രീതിയിലായിപ്പോൾ. എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി പറയാതിരിക്കുന്നത് നല്ലത്. ഇതിപ്പോൾ 1.5 മില്യൺ ആൾക്കാരോളം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നാട് മൊത്തം നാടിയില്ലേ. മറ്റുള്ള കൊച്ചുമക്കൾ അന്ന് ചെറുപ്പമായിരുന്നതിനാൽ അത്രയും ചെലവാക്കിയാനോ ചെയ്യാനോ കഴിയുമായിരുന്നില്ല. അത് അവരുടെ സ്വഭാവം. 1 കിലോ ആപ്പിൾ വാങ്ങിക്കൊടുത്താൽ അതുവരെ മറ്റുള്ളവർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അവർ മറന്ന് നിങ്ങളെ മാത്രം പുകഴ്ത്തും. അതായത് അമ്മൂമ്മയ്ക്ക് ഒരു ആപ്പിൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആരായാലും അവരെ അങ്ങ് പുകഴ്ത്തും. അതിനു മുമ്പ് ചെയ്ത സഹായങ്ങളൊക്കെ അങ്ങ് മറക്കുമെന്നാണ് അമ്മൂമ്മയെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലല്ല കേട്ടോ വന്ന് പോസ്റ്റ് ഇട്ടത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഏറ്റവും മോശക്കാരിയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവളുടെ തെറ്റായ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ ഞാൻ ധൈര്യം കാണിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർക്ക് അവളെ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടമല്ലെന്നർത്ഥം. വീട്ടിലെ മൂത്ത കുട്ടി എന്നതിനാൽ അവളുടെ അസംബന്ധങ്ങൾ എപ്പോഴും ചോദ്യം ചെയ്യുന്നത് ഞാനായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഇപ്പോൾ വില്ലൻ ഞാനല്ലേ. ഇനി തന്വിയെക്കുറിച്ച് പറയാം. അവൾക്ക് സ്വന്തം അമ്മ ഇത്രയും വെറുപ്പായിരുന്നെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നപ്പോഴൊക്കെ എന്തിനാണ് അവരുടെ കൂടെ നടന്നിരുന്നത്? കാനഡയിലേക്കുള്ള അവളുടെ ആദ്യ യാത്ര പോലും ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ നല്ലവൾ, അല്ലാത്തപ്പോൾ അമ്മ ഒരു തട്ടിപ്പുകാരി. എത്ര സൗകര്യപ്രദമായ നിലപാടല്ലേ. കൊള്ളാലോ. എൻ്റെ അമ്മയുടെ സഹോദരി ചിന്നമ്മയാണ് കേട്ടോ. ഒരിക്കലും തന്വിയെ ഉപേക്ഷിച്ചിട്ടില്ല. ആദ്യം തന്വി ചിന്നമ്മയുടെ കൂടെയായിരുന്നു താമസം. പിന്നീട് അവളുടെ അച്ഛൻ ബലമായി തൻ്റെ വീട്ടിനടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റി. പിന്നീട് അബുദാബിയിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ മരിച്ചതിന് ശേഷം അവൾ വീണ്ടും ചിന്നമ്മയുടെ എൻ്റെ മുത്തശ്ശിയുടെയും കൂടെ താമസിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശിയും കേരളത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ചിന്നമ്മ അവൾ ബാംഗ്ലൂരിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും തന്വി അവരോടൊപ്പം കേരളത്തിലേക്ക് വന്നു. ഓക്കെ, അമ്മയുടെ അടുത്ത് നിൽക്കാതെ മുത്തശ്ശിയുടെ കൂടെ വന്നു. കാരണം എളുപ്പത്തിൽ കാര്യം സാധിക്കാനാ 2 മുത്തശ്ശിയോടൊപ്പം താമസിക്കുമ്പോൾ ഒരു കൗമാരക്കാരിക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമായിരുന്നു. മനസ്സിലായി, ഒരു കൗമാരക്കാരിക്ക്. ഇയാൾ കൊള്ളാലോ പുത്തേ, ഇതൊക്കെ എടുത്തിടുമ്പോഴേ മനസ്സിലായി. എന്തായാലും എൻ്റെ അഹാനെ ഉള്ളിലാ വിഷവേ. ചിന്നമ്മയുടെ കൂടെ ആയിരുന്നെങ്കിൽ ചിന്നമ്മയുടെയും ഭർത്താവിൻ്റെയും തന്വിയുടെയും സഹോദരങ്ങളുടെയും കൂടെ ഒരു ഫ്ലാറ്റിൽ പങ്കിടേണ്ടി വരുമായിരുന്നു. ശരി, അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആണെങ്കിൽ അവർ ഫ്ലാറ്റിലായിരിക്കണമല്ലോ. ഇതാകുമ്പോൾ പിന്നെ മുത്തശ്ശൻ്റെ ഒക്കെ കൂടെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണെങ്കിലും വന്നാൽ വലിയ സീയൊന്നുമില്ല. എന്നാൽ മുത്തശ്ശിയുടെ കൂടെ ആയപ്പോൾ വലിയ വീട്ടിൽ നിരവധി കിടപ്പുമുറികളും കൂടെ സൗകര്യം അവൾക്ക് ലഭിച്ചു. സ്വന്തം പ്രയോജനത്തിന് വേണ്ടി തന്വി സ്വന്തം അമ്മയിൽ നിന്ന് അകന്നത് സത്യമാണ്. ഓക്കെ, അവിടെ ഫ്രീഡത്തിന് വേണ്ടിയാണ് അവൾ മാറി നിന്നത് കേട്ടാ. അപ്പം അതത്ര വലിയ തെറ്റാണോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെണ്ണുങ്ങളോടൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യത്തില്ലേ? അതൊക്കെ വെച്ച് അവസരം വന്നപ്പോൾ മുതലാക്കി. കൊള്ളാം. എന്തായാലും കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയാലും ഇതാണ് സത്യം. ബാക്കിയുള്ളതെല്ലാം കെട്ടിച്ചമച്ച കഥകളോ അല്ലെങ്കിൽ തന്വിയുടെ മനസ്സിൽ നിറച്ച കഥകളോ മാത്രവുമാണ്. അടുത്തത്, തന്വിയെ പോലെ ഞങ്ങളുടെ കൈവശമുള്ള വീഡിയോകളും ഓഡിയോ റെക്കോർഡുകളും സന്ദേശങ്ങളും ഞങ്ങൾ പുറത്തുവിട്ടാൽ അവൾക്ക് പൊതുസ്ഥലത്ത് ഇറങ്ങി നടക്കാൻ പോലും കഴിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാലും അപ്പോൾ ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അതിപ്പോൾ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെയും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഇതോടെ വിരാമമിടുകയാണ്. ഓക്കെ, ചില കട്ടിയായ വാക്കുകൾ. എന്തൊരു പാടാണ് ഈശ്വര മലയാളമൊക്കെ ഇപ്പോൾ വായിക്കാൻ. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം ഇതാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ആ ഒരു പോസ്റ്റിൽ. ഞാനത് മലയാളത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഇട്ടതാണ്. ഇതൊക്കെയാണ് പുള്ളിക്കാരി എഴുതി പിടിപ്പിച്ച് ഇത്രയും എസ്സേ പോലെ ഇടുകയൊക്കെ ചെയ്തത്. ദൗർഭാഗ്യകരമായ ഇങ്ങനെ ആ വേടുകളൊക്കെ പറയുമ്പോൾ നാക്ക് ഇങ്ങ് തിരിഞ്ഞു പോകും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ കാര്യങ്ങളും ഇവക്കും അറിയാം. എന്നിട്ട് അതൊക്കെ വളച്ചൊടിച്ച് തിരിച്ച് മറച്ചൊക്കെ വിടുന്ന ചേച്ചിയുടെ ആ സ്റ്റൈൽ വേറെ ലെവല്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തന്വിയോടൊപ്പം ആണോ? എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഐ ലവ് യു ഓൾ ഗൈസ്.